മലപ്പുറത്ത് ലഹരി ഉപയോഗിച്ച സിറിഞ്ചിലൂടെ 9 പേർക്ക് HIV ബാധ. 3 അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 2 മാസത്തിനിടെയാണ് രോഗം ബാധിച്ചത്. ഈ HIV സ്റ്റാറ്റസ് അറിയുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചെയ്ത് ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് ആണെന്ന് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് 10 പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിപ്പോൾ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളും ഉണ്ടാകാം. വളാഞ്ചേരിയിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള HIV പേഷ്യൻറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിൽ മറ്റുള്ളവരും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസേഴ്സ് എന്തെങ്കിലും അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഒപ്പം തന്നെ HIV പോസിറ്റീവായിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് HIV ആക്ട് വളരെ ശക്തമായിട്ടൊരു ആക്ട് ഉണ്ട്. നമുക്ക് അപ്പോൾ ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടേ നമുക്ക് അവരെ ടെസ്റ്റിങ്ങിന് പോലും കൊണ്ടുവരാനായിട്ട് കഴിയും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, വളരെ ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ്. ഇതെങ്ങനെ പടർന്നെന്നാണ് DMO വിശദീകരിച്ചത്? എന്തൊക്കെ നടപടികളാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? മറ്റ് വിവരങ്ങൾ. സ്ക്രീനിങ്, അതായത് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സ്ക്രീനിങ് നടത്തുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ. അതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വളാഞ്ചേരിയിലും ഇത്തരത്തിലൊരു ടെസ്റ്റ് സ്ക്രീനിങ് നടത്തുകയും ഇത്തരത്തിൽ ഒരു HIV ബാധിതനെ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഇദ്ദേഹത്തിന് കൗൺസിൽ നൽകുകയും ഇദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതെന്നാണ് മറ്റു 9 പേർക്ക് വളാഞ്ചേരി പരിസരത്ത് HIV സ്ഥിരീകരിച്ചതായി കഴിഞ്ഞ 2 മാസത്തിനിടെ HIV സ്ഥിരീകരിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 6 മലയാളികളും 3 അതിഥി തൊഴിലാളികൾക്കുമാണ് HIV സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ, അതായത് കുത്തിവെക്കുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയാണ് ഇത് പടർന്നത് എന്നുള്ളതാണ്. ഒരേ സിറിഞ്ച് തന്നെ ഇവരെല്ലാവരും ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. മാത്രമല്ല ഈ വിതരണക്കാർ ഒരേ സിറിഞ്ച് തന്നെ എല്ലാവർക്കും എത്തിച്ചു നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ HIV ബാധിതനായ ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് ബാക്കിയുള്ള ആളുകളും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാനായി കുത്തിവെച്ചു. അങ്ങനെയാണ് HIV ബാധിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും 9 പേർക്ക് HIV സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ സ്ക്രീനിങ്ങുകളും മറ്റും നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് DMO പറഞ്ഞിട്ടുള്ളത്. ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വളാഞ്ചേരിയിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു കേസ് കേൾക്കുന്നത്. ഇങ്ങനെ ഇത്രയധികം ആളുകൾക്ക് അതായത് ജംഷീർ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ ഇത് പടർന്നു എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇതിൽ ആരോഗ്യവകുപ്പ് ഏതു തരത്തിലുള്ള നിരീക്ഷണമാണ് അല്ലെങ്കിൽ പരിശോധനയാണ് ഇനി നടത്താനിരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ കൂടി. ആരോഗ്യവകുപ്പ് ഇതിനകത്ത് കൃത്യമായ പരിശോധനകൾ ഇനി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ ഉള്ള ഇടങ്ങളിൽ ഉൾപ്പെടെ ഈ HIV ഹൈറിസ്ക് ആയിട്ടുള്ള ഏരിയകളിൽ ഉൾപ്പെടെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടെന്ന് കാണപ്പെടുന്ന ഏരിയകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പരിശോധനകൾ വ്യാപകമാക്കാൻ തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ HIV ബാധിതരായി കണ്ടെത്തിയ ആളുകളെ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള സ്ക്രീൻ ടെസ്റ്റുകൾ കൂടുതലായി പരിശോധന നടത്തും എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനാണ് തീരുമാനം. കാരണം അപ്രതീക്ഷിതമായിട്ട് എന്ന് പറയത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഈ HIV ബാധ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത് കൂടുതൽ നിരീക്ഷണങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ പ്രാദേശികമായി നഗരസഭാ തലത്തിലും ഈ വളാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ പരിശോധനകൾ കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി അവിടെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നോ? പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനയിലാണോ ഇത് കണ്ടെത്തിയത്? ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നടത്തിയ റാൻഡം പരിശോധനയിലാണോ ഈ രോഗം കണ്ടുപിടിച്ചത്? എക്സൈസിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ പരിശോധന പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ പരിശോധന വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യതയാണല്ലേ ഇതുകൊണ്ടുകൂടി?
തീർച്ചയായിട്ടും ഇത് കണ്ടെത്തുന്നത് HIV ഹൈ റിസ്ക്കുള്ള മേഖലകളിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, സാധാരണ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇത്തരത്തിലൊരു പരിശോധന വ്യാപകമായി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വളാഞ്ചേരിയിൽ ഒരു പരിശോധന നടത്തിയപ്പോഴാണ് ആദ്യം ഒരാൾക്ക് HIV കണ്ടെത്തിയത്. തുടർന്ന് ഇദ്ദേഹത്തിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു 9 പേരിലും HIV ഉള്ളതായി, അതായത് ഇദ്ദേഹം ഉപയോഗിച്ച, അതായത് ഇദ്ദേഹത്തിൻ്റെ അറിവിൽ ഈ സിറിഞ്ച് ഉപയോഗിച്ച ആളുകളെ കണ്ടെത്തുകയും അവരിൽ നടത്തിയ പരിശോധനയിലുമാണ് ഇപ്പോൾ 9 ആളുകൾക്ക് HIV കണ്ടെത്തിയത്. അതായത് 6 മലയാളികളും 3 അതിഥി തൊഴിലാളികളുമാണ് അതിൽ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ ആളുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന നടക്കും. അതോടൊപ്പം തന്നെ പോലീസും എക്സൈസും നടത്തുന്ന ഡി-ഹണ്ട് പോലുള്ള ഈ ലഹരിക്കെതിരെയുള്ള പരിശോധനകൾ ഇനിയും വ്യാപകമായിട്ട് തുടരും. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ വകുപ്പും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ജംഷീർ പൊടിഞ്ഞിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കുത്തിവെച്ചാണ് ഈ HIV രോഗബാധ പടർന്നിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നതിലൂടെ, ആ സിറിഞ്ചിലൂടെയാണ് HIV പടർന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. DMO നേരത്തെ മാധ്യമങ്ങളോട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്യുകയും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുകയും ചെയ്തിരുന്നു. HIV പരിശോധനയിലൂടെയാണ്, എല്ലായിടത്തും നടക്കുന്ന റാൻഡം പരിശോധനയിലാണ് ഇത്തരത്തിൽ 6 മലയാളികൾക്കും ഒപ്പം 3 അന്യസംസ്ഥാന തൊഴിലാളികൾക്കും HIV രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നതിനിടയിൽ, അതായത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് പല ആളുകൾ ലഹരി ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം വളാഞ്ചേരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 9 പേർക്കാണ് HIV രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. DMO അത് നേരത്തെ മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിൽ 6 പേർ മലയാളികളാണ്, 3 അതിഥി തൊഴിലാളികളാണുള്ളത്. ഇവർ ഉപയോഗിച്ച സിറിഞ്ച്, ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെപ്പ് ചെയ്തതാണ് രോഗം പടരാൻ കാരണമായത്. കൂടുതൽ ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ലഹരി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി പോലീസ് മുന്നോട്ടു പോകും. വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം പരിശോധന വ്യാപിപ്പിക്കാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്.